IPO കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെയർസിൻ്റെ പ്രൈസ് മേലേക്ക് പോവാം, താഴോട്ടും വരാം. അപ്പം ഈ എൻ്റർപ്രനർ, ഈ പ്രൊമോട്ടർ, അയാൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം ആ മുകളിലേക്ക് പോവാണെങ്കിൽ മാർക്കറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഞാൻ പറഞ്ഞത് IPO സമയത്ത് ഉണ്ടായിരുന്നത് അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ എഫർട്ടും ചെയ്യേണ്ടത്. അതായത് ഞാൻ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബിസിനസ് അനാലിസ്റ്റുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ വന്നു എങ്ങനെ പോയി എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞത് ജനറൽ പബ്ലിക്കിനെ അറിയിക്കുമ്പോൾ ആ അറിവ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പ്രൈസ് താഴോട്ട് പോവാതിരിക്കും. ഇവിടെയൊക്കെ ഓരോ സമയത്തും ചില ഇഷ്യൂസ് അറൈസ് ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ചെറിയൊരു വാർ ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഷെയർസ് എല്ലാം ഡൗൺ ആയി പോയി. അപ്പോൾ പുതിയൊരു കമ്പനി ലിസ്റ്റ് ചെയ്ത സമയത്താണ് അത് വരുന്നതെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ആ ഡിമാൻഡിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന ഓരോ ഇഷ്യൂവും അവിടെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സമയം വരുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ദിവസം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് നമുക്ക് അൺഫേവറബിൾ ആണ് എങ്കിൽ ഒരു ശങ്കയും വേണ്ട, അന്നേരം തന്നെ ഒരു 3 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യുക. ആ ഒരു വിൽ പവർ പ്രൊമോട്ടർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ മാർക്കറ്റ് എപ്പോഴും ഒരേപോലെ തന്നെ മേലേക്ക് പോവുകയില്ല. അത് ഒരു സിക്സാക് മേഖലയിൽ മേലേക്കും താഴോട്ടും ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് താഴോട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ പ്രതികരിക്കാൻ നിൽക്കരുത്. അവിടെയെല്ലാം നമ്മളൊരു കൂളിംഗ് ഓപ്ഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് പ്രൈസസ് ഇന്ന് 1% താഴോട്ടിറങ്ങി, നമ്മൾ പ്രതികരിക്കാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രതികരിക്കാൻ അങ്ങനെ ആ ഓരോ ദിവസത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് നമ്മൾ പ്രതികരിച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ അടുത്തുനിന്ന് പോകും, നമ്മുടെ കമ്പനിയുടെ വാല്യൂ താഴോട്ട് പോകും. അതുപോലെ തന്നെ പരമാവധി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓണേഴ്സാണ്. അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് തുടർന്നും, അതായത് IPO കഴിഞ്ഞതിന് ശേഷം നമ്മളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കമ്പനിക്ക് EPS എവരി ഇയർ മേലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ EPS കൺസിസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇതിനൊരു PE റേഷ്യോ ഉണ്ട്. മാർക്കറ്റ് പ്രൈസിനെ EPS കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പം നമുക്ക് PE റേഷ്യോ കിട്ടും. ആ PE റേഷ്യോ എവരി ഡേ അല്പം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്